എറണാകുളത്ത് വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലമാണ്. ഏതാണ് കടമക്കുഴി. കടമക്കുഴിയിലൂടെയാണ് നമ്മളിപ്പോൾ നല്ല ഈ മലയാളത്തിൽ ഇപ്പോൾ നമ്മൾ നന്നായിട്ട് കേൾക്കുന്നത് വാക്കാണ് വൈബ്. ഓക്കെ, ആ വൈബ് ഇവിടെ ഏറ്റവും നന്നായിട്ടുണ്ട് കേട്ടോ. എത്ര കിലോ കണക്കിന് വൈബ് നിങ്ങൾക്ക് ഇവിടെ ലഭ്യമാണ്. ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ വൈബ് ഏറ്റവും നന്നായിട്ട് ഉള്ള സ്ഥലം എന്താണ് പറയട്ടോ. ടൺ കണക്കിനോ കിലോ കണക്കിനോ നിങ്ങൾക്ക് ഈ വഴി പോയിക്കാൻ നിങ്ങൾക്ക് ഈ ഒരു ഫെറിയൊക്കെ കിട്ടും കേട്ടോ. ഈ വഴി പോയി കഴിഞ്ഞാൽ നമ്മൾ ഫെറി വഴി നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട് നമ്മൾ നേരെ ഈ ഫെറി ഒഴിവാക്കിക്കൊണ്ടുള്ള നമ്മുടെ ഏത് റൂട്ട് അപ്പോൾ വരാപ്പുഴ ഹൈവേയിൽ കയറുന്ന റൂട്ടിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ ഇപ്പം നേരത്തെ പറഞ്ഞ സ്ഥലമുണ്ട് വൈബ്, അത് കഴിഞ്ഞു കേട്ടോ. വൈബിന്റെ കത്തിക്കല് ഗ്യാപ്പാണ്. ആ ഗ്യാപ്പിൽ നമുക്ക് നിർത്തണം. ഈ വൈബ് വീണ്ടും വന്നോട്ട് വൈബ് വന്നിട്ടുണ്ട്. നല്ല വൈബാണ് കേട്ടോ, അടിപൊളി വൈബാണ്. വൈബ് ഡബിൾ സ്ക്വയർ വൈബാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് കേട്ടോ. അത് തമാശയായിട്ട് പറയണതല്ല, ഏറ്റവും നന്നായിട്ട് എറണാകുളത്ത് വരികയാണെങ്കിൽ നിങ്ങൾ ഈ ഡെസ്റ്റിനേഷൻ ഒരിക്കലും ഒഴിവാക്കരുത്. അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ വൈബ് കിട്ടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ വൈബ് എല്ലാവർക്കും വൈബ് നേർന്നുകൊണ്ട് നിർത്തുന്നു. വൈബ്. ഓക്കെ, വൈബ്സ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ യാത്ര എന്ന് പറയുന്നത് നമ്മുടെ കടമക്കുടിയിലേക്കുള്ള നമ്മുടെ മറ്റേ ജങ്കാർ വഴിയുള്ള യാത്രയാണ്. ഇതും ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. നമ്മുടെ കൊച്ചിയിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഈ സ്ഥലത്തേക്ക് ആകെ 10-12 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഈ ജങ്കാറിലുള്ള യാത്ര വളരെ രസമാണ് കേട്ടോ. നല്ല ഗ്രാമീണ ഭംഗി നുകർന്നുകൊണ്ട് പോകാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു രസകരമായ യാത്ര. Hi John. Hi. Hi. നമ്മുടെ ഒപ്പമുള്ള ടീം ഒരു കാർ അങ്ങോട്ട് പോയി കഴിഞ്ഞു. നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ്. ജങ്കാർ പോയിട്ട് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരും. അപ്പോൾ അതുവരെ നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് എന്ത് രസമാണെന്നറിയോ. അടിപൊളിയാണ് കേട്ടോ ഈ യാത്ര. ഒരിക്കലും മിസ്സാക്കരുത്. കൊച്ചിയിൽ വരികയാണെങ്കിൽ നിങ്ങളിത് ആസ്വദിച്ചേ പറ്റൂ ഈ യാത്ര കേട്ടോ. വളരെ രസകരമായ യാത്ര. ഞങ്ങൾക്ക് ചെറിയ അബദ്ധം പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഉച്ചയ്ക്കാണ് അങ്ങോട്ട് പോയത്. ശരിക്കും പോകേണ്ട സമയം വൈകുന്നേരമാണ്. നമ്മുടെ കടമക്കുടി ശരിക്കും എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വൈകുന്നേരമാണ് പോകേണ്ടത്. ഓക്കെ, ഞങ്ങൾക്കുള്ള ജങ്കാർ എത്തിക്കഴിഞ്ഞു. നമ്മുടെ ഈ കാറും അതിലേക്ക് കയറ്റി. നമ്മൾ അപ്പോഴുള്ള 2 പേര് വീണ്ടും തിരിച്ച് ഇങ്ങോട്ട് തന്നെ വന്നു ജങ്കാറിൽ. അത് ഒരു തിക്കും തിരക്കുമില്ല, ബഹളമില്ല. നമ്മൾ കുറച്ച് പേര് മാത്രം തന്നെ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പുത വളരെ ആക്റ്റീവായിട്ട് നിന്നിട്ട് രസമായിട്ട് അവനും ഷൂട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഷൂട്ടിങ്ങാണ്, എല്ലാവരും കയ്യിൽ മൊബൈലാണ് കേട്ടോ. അത്രയും രസകരമായ ഒരു ദൃശ്യമാണ്. അപ്പുത വീണ്ടും മൊബൈലെടുത്തു. റെക്കോർഡ് ചെയ്യുക തന്നെയാണ്. ഇപ്പുറത്ത് ചേച്ചി ഒരിക്കലും ചേച്ചി ഇരിക്കുന്ന ക്രിസ്റ്റി ചേച്ചി ഒരിക്കലും മൊബൈൽ എടുക്കാത്ത ചേച്ചി പോലും മൊബൈൽ എടുത്തത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, അത്രയും നല്ല എന്താ പറയുക ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തേ പറ്റൂ. ഓക്കെ, ഞാൻ വീണ്ടും പറയുകയാണ്, കൊച്ചിയിൽ വരികയാണെങ്കിൽ നിങ്ങൾ വേറെ എവിടെ പോയില്ലെങ്കിലും ഈ കടമക്കുടി നിങ്ങൾ ഒഴിവാക്കരുത്. അത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യേണ്ട സ്ഥലം തന്നെയാണ്. ഓക്കെ.
This is super. ഞാൻ അടുത്ത പ്രാവശ്യം വരും. Oh. Look at the water. I feel like diving into it. കടമക്കുടി ഈ മറ്റേ സിനിമയിലൊക്കെ കേട്ടിട്ടുണ്ട് കടമക്കുടി. ഇന്നത്തെ യാത്ര ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ യാത്ര ഈ കടമക്കുടിയിലുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എനിക്ക് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കുടി